പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പരിപാടികൾ ബഹിഷ്കരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്ത ഷൊർണൂർ എംഎൽഎ പി മമ്മിക്കുട്ടിയുടെ നടപടിയെ വേണുഗോപാലൻ സ്വാഗതം ചെയ്തു. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിനായിട്ട് ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിൽ വരികയും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സമയത്ത് അതിൽ നിന്ന് മരുമകനെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാരണത്താൽ ആ പരിപാടി ബഹിഷ്കരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ ബഹിഷ്കരിച്ച സമയത്ത് ആ ബഹിഷ്കരണത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഷൊർണൂർ എംഎൽഎ പരിപാടിയിൽ പങ്കെടുത്തതിന് ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുക. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് എംഎൽഎ ഇവിടെ എത്തിയത്. ഇത് മുഖ്യമന്ത്രിയോടുള്ള നീരസം പ്രകടിപ്പിച്ചതാണോ അതോ അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് എംഎൽഎ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രോഗ്രാം ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയെ നാണം കെടുത്തി ഷൊർണൂർ എംഎൽഎ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് സ്വാഗതം ചെയ്യുന്നതായി ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. മരുമകനെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി പ്രോഗ്രാം ബഹിഷ്കരിച്ചത് അത്ര വലിയ കാര്യമല്ല. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചാലിശ്ശേരിയിൽ കുടുംബശ്രീ സമ്മേളനം സംഘടിപ്പിച്ച MP രാജേഷ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വേദിയിലോ പ്രചരണത്തിലോ വെച്ചില്ല. തൊട്ടടുത്ത ജില്ലയിലെ MLA-മാരെയും MP-മാരെയും ക്ഷണിച്ചപ്പോൾ തൃശൂർ MP സുരേഷ് ഗോപിയെ ഒഴിവാക്കി. സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും BJP പ്രതിനിധികളെയും ഒഴിവാക്കുക സ്ഥിരം പരിപാടിയാണ്. ആധാർ കാർഡ് പോലും സെക്യൂരിറ്റി ഓഫീസർമാർക്ക് കാണിക്കാൻ സാധ്യമല്ല എന്ന രാജേഷിന്റെ പ്രസ്താവന അഹങ്കാരത്തിന്റെയാണ്. എന്തായാലും ഈ ജില്ലയിലെ മന്ത്രിമാരായ MP രാജേഷും കൃഷ്ണൻകുട്ടിയും പരിപാടി ബഹിഷ്കരിച്ചപ്പോൾ മമ്മിക്കുട്ടി MLA പ്രോഗ്രാമിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നും BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ പറഞ്ഞു. എന്തായാലും വികസനത്തിന്റെ കാര്യത്തിൽ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന മന്ത്രിമാർ കേരളത്തിലെ MP രാജേഷ് ആയാലും കൃഷ്ണൻകുട്ടി ആയാലും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറഞ്ഞുള്ള കാരണങ്ങൾ പരിഹാസ്യം. ചാലിശ്ശേരിയിൽ വെച്ചിട്ട് കുടുംബശ്രീയുടെ പേരിൽ സരസ് മേള നടന്ന സമയത്ത് അത് വലിയൊരു പങ്കും കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നടത്തിയത്. പക്ഷേ ഒരു ഫോട്ടോ പോലും പ്രധാനമന്ത്രിയുടെ അവിടെ വെച്ച ഫ്ലക്സുകളിൽ വയ്ക്കാൻ തയ്യാറാവാത്ത MP രാജേഷ് തൊട്ടടുത്ത ജില്ലകളിൽ നിന്നുള്ള MLA-മാരെയും MP-മാരെയും ക്ഷണിച്ചപ്പെടും. തൃശ്ശൂരിലെ MP സുരേഷ് ഗോപി BJP ആണെന്ന കാരണത്താൽ വിളിക്കാതിരുന്ന സമയത്ത് ഇപ്പോൾ ഉയർത്തുന്ന ഈ അവകാശവാദങ്ങൾ ജനങ്ങൾ പരിഹാസത്തോടുകൂടി തള്ളിക്കളയുന്നു. ഈ MP രാജേഷിന്റെ നിലപാട് തെറ്റാണെന്ന് മമ്മിക്കുട്ടിക്ക് ബോധ്യമായതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുന്ന സമയത്ത് BJP-യുടെ പ്രവർത്തകന്മാരും അതേപോലെ തന്നെ MP-യും ഒക്കെ ഉള്ള വേദിയിൽ അദ്ദേഹത്തിന് വരാനും ഈ പരിപാടിക്ക് ആശംസ നൽകാൻ കഴിഞ്ഞെന്ന് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നു. എന്തായാലും മറ്റു കാര്യങ്ങളിൽ MLA പരാജയമാണെങ്കിലും വികസന കാര്യങ്ങളിലും നാടിൻ്റെ പുരോഗതിയുടെ കാര്യത്തിൽ MLA പരാജയമാണെങ്കിലും ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതിക്ക് അനുകൂലമായ നിലപാടെടുത്തതിൽ രണ്ട് കൈയും നീട്ടി ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യും.